ഹായ് മക്കളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ മാസത്തെ അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അക്ഷരമുറ്റം ക്വിസിൻ്റെ സിലബസ് എന്താണെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ, സംഘടനാതല ചോദ്യങ്ങൾ, ആനുകാലിക വിവരങ്ങൾ, അതുപോലെ GK. ഇതാണ് ഇതിൻ്റെ സിലബസ്. സ്കൂൾ തലം നടക്കുന്നത് സെപ്റ്റംബർ 16 ചൊവ്വ, സബ് ജില്ല സെപ്റ്റംബർ 27 ശനി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജനാധിപത്യ നേതാവിൻ്റെതാണ്? ആൻസർ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ്റെ പൂർണ്ണ പേരെന്താണ്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. അദ്ദേഹം ജനിച്ചത് 1923 ഒക്ടോബർ 20 മരിച്ചത് 2025 ജൂലൈ 21. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ആൻസർ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. 2006 മുതൽ 2011 വരെയാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേരെന്ത്? ആൻസർ മദലീൻ. ഫ്രീഡം ഫോർട്ടില കൊളീഷൻ്റെ കപ്പലാണ്. ഗസയിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരി എന്നറിയപ്പെടുന്ന മദലീൻ കുലാബിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. കപ്പലിനെ ഇസ്രായേൽ തടഞ്ഞിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയുടെ 3 സേനാ മേധാവികളുടെ പേര് കൂടി നൽകുന്നുണ്ട്. മക്കൾ അതും കൂടി ഓർത്തു വെക്കണേ. ഇന്ത്യയുടെ സംയുക്ത സൈന്യാധിപൻ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ പഷ്മിന ആട് ഏത്? ആൻസർ നൗറി. CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് നൗറിയെ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ശുഭ്മാൻ ഗിൽ. 2025 മെയ് മാസം ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. ഈ പദവി ലഭിക്കുന്ന 4ാമത്തെ കായിക താരമാണ് നീരജ് ചോപ്ര. ഇതിനു മുമ്പ് 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അഭിനവ് ബിന്ദ്ര 2008, കപിൽ ദേവ് 2008, മഹേന്ദ്ര സിംഗ് ധോണി 2011. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. BR ഗവായിൻ്റെ പൂർണ്ണ പേരാണ് കേട്ടോ, ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ദളിത് വിഭാഗത്തിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ 2ാമത്തെ വ്യക്തിയാണ് BR ഗവായ്. ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാൻ. കോഴിക്കോടിൻ്റെ ശലഭം മലബാർ റോസ്. കോഴിക്കോടിൻ്റെ വൃക്ഷം ഈയകം. കോഴിക്കോടിൻ്റെ മത്സ്യം പാതാള പൂന്തരാകൻ. കോഴിക്കോടിൻ്റെ മൃഗം ഈനാംപേച്ചി. കോഴിക്കോടിൻ്റെ പൈതൃക വൃക്ഷം ഈന്ത്. കോഴിക്കോടിൻ്റെ ജലജീവി നീർനായ. 2025 സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ കപ്പൽ ഏതാണ്? ആൻസർ MSC എൽസ 3. പരിസ്ഥിതിക്കും മത്സ്യബന്ധനത്തിനും നാശനഷ്ടം ഉണ്ടാക്കിയതിനാലാണ് സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് ഉടനെ നിൽക്കാം കേട്ടോ.